ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധങ്ങളൊക്കെ നമുക്ക് എവിടെയോ നടക്കുന്ന യുദ്ധങ്ങളായിരുന്നു. ഇപ്പോഴാണത് അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ നമ്മളെ നേരിട്ട് ഇമ്പാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനൊരു മാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായത്? വെസ്റ്റ് ഏഷ്യയിലുള്ള 9-10 മില്യൺ ആളുകളിൽ ബഹുഭൂരിഭാഗം ആളുകളും മലയാളികളും സൗത്ത് ഇന്ത്യക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഓരോ ഹൗസ് ഹോൾഡിനെയും അത് ബാധിക്കുന്നുണ്ട്. കാരണം നമുക്കത് തോന്നും ദിസ് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ അവർ നെയ്ബർഹുഡ് റദർ ദാൻ ഹാപ്പനിങ് ഇൻ എ ഫാർ അവേ ലാൻഡ്. എന്നിട്ട് അതിന്റെ ഒരു ഇമ്പാക്ട്, എക്കണോമിക് ഇമ്പാക്ട് ആയാലും മറ്റു രീതിയിലുള്ള ഉത്കണ്ഠകളായാലും നമ്മൾ എല്ലാവരെയും ബാധിക്കുന്നതായിട്ട് തോന്നും നമുക്ക്. അമേരിക്കയ്ക്ക് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു വിചാരിക്കുന്നുണ്ടോ? അമേരിക്കയ്ക്ക് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഇതുപോലെ ഇറാൻ പ്രതികരിക്കുമെന്നുള്ളത് അമേരിക്കയ്ക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 3 ദിവസത്തേക്ക് വേണ്ടി തുടങ്ങിയ യുദ്ധം, ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം 40 ദിവസം നീണ്ടു വന്നത്. ഏപ്രിൽ 8 സീസ് ഫയർ അനൗൺസ് ചെയ്യുന്നത്. ഈ 40 ദിവസം കഴിഞ്ഞ് സീസ് ഫയർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ പലരും ചോദിക്കുന്നത് അമേരിക്ക എന്താണ് നേടിയത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഒരു ഗ്രേവ് സ്ട്രാറ്റജിക് മിസ്കാൽക്കുലേഷൻ ആയിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്. പല കോൺഫ്ലിക്റ്റ് റീജിയൻസിലേക്കും യുദ്ധങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ കാണുന്നതൊക്കെ ഒരു തരത്തിൽ ടോർച്ചറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസും ഔട്ട്റൈറ്റ് ഇൻജസ്റ്റിസുകളൊക്കെയാണ്. പക്ഷെ തിരിച്ച് റൂമിലോട്ട് വന്നിട്ട് യു വിൽ ബി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ ടു റൈറ്റ് സംതിങ്, ഐ മീൻ കോൾഡ് ജിയോപൊളിറ്റിക്കൽ അനാലിസിസ്. വെസ്റ്റ് ബാങ്കിൽ പോയിട്ട് നമ്മൾ പാലസ്തീനിയൻസിനെ നമ്മൾ കാണുമ്പോൾ, അവരുടെ സഫറിങ് കാണുമ്പോൾ ദാറ്റ് വാസ് എ ഷോക്ക്. സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒരു ക്രൂരതകൾ നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് എത്ര ഹീനമാണ്, എത്ര ഭീകരമാണ്. അടിമത്തം എന്ന് പറയുന്നത്, രാഷ്ട്രീയ അടിമത്തം എന്ന് പറയുന്നത് എത്ര കഷ്ടമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോറീസ് ഒന്നും നമ്മൾ വിട്ടു പോകുന്നില്ല. എന്നെ പല ആളുകൾ പല പേര് വിളിക്കുമല്ലോ, ജിഹാദി ജോൺ. അപ്പോ നമ്മൾ ഈ വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ, ഇതിനെ പറ്റി എഴുതുമ്പോൾ, അപ്പൊ ഞാൻ കരുതുന്നത് ദാറ്റ്സ് ഓക്കെ. ഐ മീൻ ഐ ഹാവ് ബീൻ ദർ, ഐ ഹാവ് സീൻ ദാറ്റ് ആൻഡ് ഐ വിൽ കം ബാക്ക് ആൻഡ് റൈറ്റ് അബൌട്ട് ഇറ്റ്. ഈ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധങ്ങളൊക്കെ നമുക്ക് എവിടെയോ നടക്കുന്ന യുദ്ധങ്ങളായിരുന്നു. ഇപ്പോഴാണത് അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ നമ്മളെ നേരിട്ട് ഇമ്പാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനൊരു മാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഒന്ന്, മലയാളി പൊതുവെ ഒരു ഇന്റർനാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ. അപ്പോ ഒരു എക്സ്പോഷർ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ വെസ്റ്റ് ഏഷ്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോ വെസ്റ്റ് ഏഷ്യയിലുള്ള 9-10 മില്യൺ ആളുകളിൽ ബഹുഭൂരിഭാഗം ആളുകളും മലയാളികളും സൗത്ത് ഇന്ത്യക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഓരോ ഹൗസ് ഹോൾഡിനെയും അത് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നടന്ന, പ്രത്യേകിച്ചും ഇപ്പൊ ഇറാന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ള യുദ്ധത്തെ പറ്റി നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ 1991 പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഇന്റൻസ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പൊ നടന്നത് ബേസിക്കലി. അപ്പൊ അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ഒരു മുൻപ് നമ്മളിപ്പോ യുദ്ധങ്ങളെ പറ്റി പറയുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് യുക്രൈൻ യുദ്ധത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ യുദ്ധം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അതിന്റെ ഹെഡ്ലൈൻസ് വായിക്കും. അതിനപ്പുറത്തേക്ക് ഇത് ഓരോ വീടിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ വില പോകുന്നു, പാചകവാതത്തിന്റെ കാര്യത്തില് റേഷനിങ് വരുന്നു. അപ്പൊ അത് ഓവറോൾ നമ്മളുടെ പ്രൈസിനെ ബാധിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് വീഴുന്നു, മ്യൂച്വൽ ഫണ്ടിന്റെ വരുമാനം കൂടുന്നില്ല. അപ്പൊ ഇക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ സേഫ്റ്റിയെ പറ്റിയുള്ള ഉത്കണ്ഠ മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. ഇപ്പൊ എന്റെ തന്നെ ഉദാഹരണം, എന്റെ തന്നെ പല കസിൻസും താമസിക്കുന്നത് ഗൾഫിലാണ്. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ താമസിക്കുന്നത് ഗൾഫ് നാടുകളിലാണ്. അപ്പൊ ഈ യുദ്ധം മൊത്തം ഗൾഫിനും ബാധിച്ചിട്ടുള്ള ഒരു യുദ്ധമാണത്. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, കുവൈത്ത് യുദ്ധത്തിന്റെ കാര്യത്തിൽ യുദ്ധം നടന്നത് കുവൈത്തിലാണ് അല്ലെങ്കിൽ ഇറാഖിലാണ്. ഇറാഖിലും കുവൈത്തിലുള്ള മലയാളികളാണ് അന്ന് ഉണ്ടായിരുന്ന 50,000 to 90,000 ആളുകളെയാണ് അത് ബാധിച്ചത്. യമനിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 20,000 to 30,000 ആളുകളെയാണ് അന്നത്തെ യുദ്ധം ബാധിച്ചത്. ഇത് അങ്ങനെയല്ല. ഇത് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ മിസൈൽസ് വഴി. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചത് വഴി ഉണ്ടാവുന്ന ഇക്കണോമിക് ഷോക്ക് വേറെയുണ്ട്. അപ്പൊ ഈ യുദ്ധത്തിനെ സംബന്ധിച്ച് ഇത് ശരിക്കും നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ച് മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു, ലാർജ്ലി ഇന്ത്യക്കാരെ എല്ലാത്തിനും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സാഹചര്യം കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കത് തോന്നും ദിസ് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ അവർ നെയ്ബർഹുഡ് എന്നുള്ളത് റദർ ദാൻ ഹാപ്പനിങ് in a far away land. This is actually happening in our neighborhood. എന്നിട്ട് അതിന്റെ ഒരു ഇമ്പാക്ട്, എക്കണോമിക് ഇമ്പാക്ട് ആയാലും മറ്റു രീതിയിലുള്ള ഉത്കണ്ഠകളായാലും നമ്മൾ എല്ലാവരെയും ബാധിക്കുന്നതായിട്ട് തോന്നും നമുക്ക്. ഇത് ഇത്രയും ഇന്റൻസ് ആയപ്പോൾ അമേരിക്ക അവിടെ നടത്തിയ ഇന്റർവെൻഷനിലൂടെയാണല്ലോ. ഇപ്പം ലെക്ചറിൽ സംസാരിക്കാൻ പോകുന്ന വിഷയവും അതുപോലെ ഈ തവണത്തെ യുദ്ധത്തിന്റെ പ്രത്യേകതയും റിവെഞ്ച് ഓഫ് ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പം അത് അമേരിക്കയ്ക്ക് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു വിചാരിക്കുന്നുണ്ടോ?
അമേരിക്കയ്ക്ക് ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഇതുപോലെ ഇറാൻ പ്രതികരിക്കുമെന്നുള്ളത് അമേരിക്കയ്ക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അമേരിക്കയുടെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കാൽക്കുലേഷൻ അതിപ്പോ എവിഡന്റ് ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചും വൈറ്റ് ഹൌസിലെ കോൺവെർസേഷനെ പറ്റിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവരുടെ കോൺവെർസേഷൻ എല്ലാം ലീക്ക് ആയിട്ടുണ്ട്. അമേരിക്ക കരുതിയത് 3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ അമേരിക്ക പ്രസിഡന്റ് ട്രംപ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറായിട്ട് നടത്തിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട് എന്ന് ഫെബ്രുവരി 28 അപ്പോൾ കെയർ സ്റ്റാമറോട് പറയാണ്, നിങ്ങൾക്ക് അത്ര വലിയ പടക്കപ്പലൊന്നും ഇല്ല എന്ന് എനിക്കറിയാം ട്രംപ് പറയുന്നത്, പക്ഷേ വിൽ യു സെൻഡ് യുവർ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ടു ദ പേഴ്സൺ ഗൾഫ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്റ്റാമർ പറയുന്നത് ഐ നീഡ് ടു ടോക്ക് ടു മൈ ടീം. അപ്പോൾ അത് ദാറ്റ് ഐ വിൽ ഡു നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ എന്റെ ക്യാബിനറ്റ് ആയിട്ട് ചർച്ച ചെയ്തിട്ട് ഞാനൊരു തീരുമാനം എടുക്കാം. അപ്പൊ ട്രംപ് സ്റ്റാമറോട് പറയുന്ന മറുപടി അടുത്ത ആഴ്ച ദ വാർ വിൽ ബി ഓവർ. 3 ദിവസം കൊണ്ട് യുദ്ധം തീരും എന്നാണ് ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾ അയത്തുള്ള അലി ഖാമിനായിനെ കൊല്ലുന്നു, അയത്തുള്ള ഖാമിനായിനെ കൊന്ന് അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ഇപ്പൊ പല ആളുകൾ അന്ന് വധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ IRGCയുടെ കമാൻഡർ പാക്കോപോർ, അല്ലെങ്കിൽ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ആള്, ഡിഫൻസ് കൗൺസിൽ ചീഫ് ആയിരുന്ന അലി ഷംഖാനി, അങ്ങനെ പല ആളുകളും ആദ്യത്തെ ദിവസം തന്നെ ഫെബ്രുവരി 28 കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇസ്രായേലിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു കട്ട് ദ ഹെഡ് ഓഫ് ദ സ്നേക്ക് ഓഫ്, ആ സർപ്പത്തിന്റെ ജീവൻ നിശ്ചലമാവും എന്നുള്ളതാണ്. അപ്പോൾ യു കിൽ ഖാമനായി ആൻഡ് ദ റെജീം വിൽ കൊളാപ്സ്. അവിടെ ഇറാനിൽ ഓൾറെഡി പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ടായിരുന്നു ജനുവരിയിലും ഡിസംബറിലും. അപ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു വൻ രീതിയിലുള്ള കയോസ് ഉണ്ടാവും. ആ കയോസിനെ നിയന്ത്രിക്കാൻ IRGCക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കയോസിൽ നിന്ന് കുറെ കൂടി അമനബിൾ ആയിട്ടുള്ള, കുറെ കൂടി അക്കോമഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉയർന്നു വരും. ആ ലീഡർഷിപ്പിനെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നിയന്ത്രിക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇറാനെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് അവർ പല സ്ഥലത്തും ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണല്ലോ. ഉദാഹരണം വെനസ്വേലയിൽ ഇതാണ് ഉണ്ടായത്. അമേരിക്ക അവിടെ പോകുന്നു, പ്രസിഡന്റിനെ പിടിച്ചെടുക്കുന്നു, തിരിച്ചു വരുന്നു, വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് ആക്കുന്നു. വൈസ് പ്രസിഡന്റ് എൽസി റോഡ്രിഗസ് പറയുന്നു, ഇനി ഞങ്ങൾ നിങ്ങൾ പറയുന്ന എല്ലാം ചെയ്യാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. സിറിയ വേറെ ഉദാഹരണമാണ്. ബഷർ അൽ അസദ് താഴെ വീഴുന്നു, ഗോലാനി എന്ന് പറയുന്ന ആള് പ്രസിഡന്റ് ആവുന്നു, അയാൾ അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതേ ഒരു മോഡലാണ് ഇറാനിലും അവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത്. അതായിരുന്നു അവരുടെ പ്ലാൻ. അപ്പൊ അവർ വിചാരിച്ചത് 3 ദിവസത്തിനുള്ളിൽ ഇറാനിലെ ഗവൺമെന്റ് വീഴുമെന്നായിരുന്നു. കാരണം ഇറാനിലെ ഗവൺമെന്റ് വീണില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം മുഴുവനും പാളിപ്പോകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് ഉണ്ടായത്. ഗവൺമെന്റ് വീണില്ല. ഗവൺമെന്റ് വീഴാത്തതുകൊണ്ട് എന്തുണ്ടായി? തുടങ്ങിയ യുദ്ധം നിർത്താൻ അമേരിക്കയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നു. അതുകൊണ്ടാണ് 3 ദിവസത്തേക്ക് വേണ്ടി തുടങ്ങിയ യുദ്ധം, ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം 40 ദിവസം നീണ്ടു വന്നത്. ഏപ്രിൽ 8 സീസ് ഫയർ അനൗൺസ് ചെയ്യുന്നത്. ഈ 40 ദിവസം കഴിഞ്ഞ് സീസ് ഫയർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ പലരും ചോദിക്കുന്നത് അമേരിക്ക എന്താണ് നേടിയത് അല്ലെ? ഇപ്പൊ യുദ്ധത്തിന് മുൻപ് ഇവർ പല വലിയ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കണം, ഇറാന്റെ മിസൈൽ പദ്ധതി എല്ലാം നശിപ്പിക്കണം, ഇറാനെ കൊണ്ട് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തിക്കും കൊടുക്കുന്ന പിന്തുണ ഇല്ലാതാക്കണം, അതുപോലെ ഇറാനിലെ ഗവൺമെന്റിനെ മാറ്റണം. അങ്ങനെ പല ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇതിലേത് ആവശ്യമാണ് നിങ്ങൾ മീറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ഇപ്പോ 4 മാസം കഴിഞ്ഞല്ലോ, ഒരാവശ്യം ഇതിൽ മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ച്. മാത്രമല്ല ഇന്ന് അവർ ചർച്ച ചെയ്യുന്നത്, ഇപ്പൊ ഒരു MOU സൈൻ ചെയ്യേണ്ടായി ജൂൺ 17 ആ MOUല് അവർ തീരുമാനിച്ചത് എന്താണ്? സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ന്യൂക്ലിയർ പ്രോഗ്രാം സോൾവ് ചെയ്യാന്നുള്ളതല്ല. ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ പേരിലാണ് യുദ്ധം തുടങ്ങിയത്. ന്യൂക്ലിയർ പ്രോഗ്രാം അവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല, ചർച്ച തുടങ്ങുന്നേ ഉള്ളൂ. നേരെ തിരിച്ച് MOUല് ചർച്ച ചെയ്ത് തീരുമാനിച്ചത് എന്താണ്? സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഫെബ്രുവരി 27 ഓപ്പൺ ആയിരുന്നു. ഇത് ഇറാൻ അടയ്ക്കുന്നത് നിങ്ങൾ തുടങ്ങിയ യുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ ബേസിക്കലി നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങളൊരു യുദ്ധം തുടങ്ങി, ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചു, നിങ്ങൾ യുദ്ധം നിർത്തി, ആ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറക്കാൻ വേണ്ടി നിങ്ങൾ ഇറാന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് വേണം ഇനി എവിടെ പോവാൻ? ന്യൂക്ലിയർ ഫീൽഡിലേക്ക്, ന്യൂക്ലിയർ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഒരു ഗ്രേവ് സ്ട്രാറ്റജിക് മിസ്കാൽക്കുലേഷൻ ആയിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്. ഇന്ത്യയിലുള്ള പല ആളുകളും, എസ്പെഷ്യലി വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ ഇസ്രായേലിനൊരു വിസ്മയമായിട്ടാണ് കാണുന്നത്, അല്ലെ? പല അർത്ഥത്തിലും ചെറിയൊരു രാജ്യം, അപ്പം ഒരു രാജ്യത്തിന് ശക്തി ഉണ്ടാവണമെങ്കിൽ അവിടെ റിസോഴ്സസ് വേണം, ഓയിൽ പോലത്തെ റിസോഴ്സസ് വേണം. ഇറ്റ് ഹാസ് ടു ബി റിച്ച് സംഹൗ. ഇസ്രായേൽ ആ കാര്യത്തിൽ ഒരു മിസ്റ്ററി ആയിരുന്നല്ലോ എല്ലാ കാലത്ത്. അവരെന്താണ്, വാട്ട് മേക്സ് ദം സോ പവർഫുൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കാം ക്വിക്ലി, അല്ലെ? ബ്രീഫായിട്ട് നോക്കി കഴിഞ്ഞാൽ late 1940s or 1950s the idea of Israel was very powerful. I mean, it was the Sparta in West Asia. It was the country that was founded by the victims of the genocide. I mean, a genocide committed in Germany, committed by the Europeans. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അറബ് പാലസ്റ്റൈനിൽ ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് അവര് മുന്നോട്ട് വെച്ചത്, സയനിസ്റ്റുകൾ മുന്നോട്ട് വെച്ചത്. അതിന് ഐക്യരാഷ്ട്രസഭയുടെയും അന്നത്തെ ബ്രിട്ടന്റെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും 1917 ബാൽഫർ ഡിക്ലറേഷൻ ആയാലും വുഡ്രോ വിൽസന്റെ സ്റ്റേറ്റ്മെന്റ് ആയാലും അതൊക്കെ അമേരിക്കയും ബ്രിട്ടനും എല്ലാം ആ ഒരു ഐഡിയയെ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ
ഒരു ജനോസൈഡിനെ സർവൈവ് ചെയ്ത ഒരു ജനതയുടെ ഒരു രാഷ്ട്രം എന്നുള്ള ഐഡിയ, ഐ തിങ്ക് ദാറ്റ് വാസ് വെരി പവർഫുൾ ആ സമയത്ത്. ആ രാഷ്ട്രം ഉണ്ടാക്കാനായിട്ട് അന്നത്തെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒത്തിരി ക്രൈംസ് ഉണ്ട്. ഇപ്പോൾ 7 ലക്ഷത്തോളം പാലസ്തീനിയൻസ് ആണ് അന്ന് അഭയാർത്ഥികളാക്കപ്പെട്ടത് 1948. പക്ഷെ എന്നാലും വെസ്റ്റേൺ ലോകം മാത്രമല്ല. അപ്പോൾ ഇസ്രായേൽ രാഷ്ട്രമുണ്ടായതിനു ശേഷം സോവിയറ്റ് യൂണിയനും, അന്ന് സ്റ്റാലിനാണ് സോവിയറ്റ് യൂണിയന്റെ നേതാവ്. സോവിയറ്റ് യൂണിയൻ ഒരു ഭാഗത്തും മറുഭാഗത്ത് അമേരിക്ക, ഇവർ രണ്ടുപേരും വളരെ പെട്ടെന്നാണ് ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. കാരണം എല്ലാവരും, ഇപ്പം നിങ്ങൾ സാർത്തറിന്റെ റൈറ്റിംഗ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാർത്തർ പിന്നീട് അതിനെ പറ്റിയിട്ട് അദ്ദേഹം തന്നെ ആകുലനാവുന്നുണ്ട്. പക്ഷേ 1950s റൈറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് വളരെ അനുതാപപൂർവ്വമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇസ്രായേലിനെ കണ്ടത് ഒരു സർവൈവൽ, അതിജീവിക്കപ്പെട്ട ഒരാളുകളുടെ രാഷ്ട്രം എന്നുള്ള രീതിയിലാണ് കണ്ടത്. സോ ദാറ്റ് വാസ് വെരി പവർഫുൾ ഐഡിയ. 1. 2, മിലിറ്ററിലി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലിനെ വളരെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സുവേസ് യുദ്ധം ഇസ്രായേലിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും കൂടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ പിന്നീട് അന്നത്തെ കാലത്ത് 1960s ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനാണ് അവരെ ബോംബ് ഉണ്ടാക്കാൻ സഹായിച്ചതെന്നുള്ളത്. ദേ ഓ മീ ദ ബ്ലഡി ബോംബ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ബേസിക്കലി ഫ്രഞ്ച് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. നമ്മളിന്ന് പറയും പാകിസ്ഥാനി ടെക്നോളജിയാണ് നോർത്ത് കൊറിയയിൽ പോയതെന്ന് ആളുകൾ പറയും, പക്ഷേ ഫ്രഞ്ച് ടെക്നോളജിയാണ് ഇസ്രായേൽ പോയതെന്ന് ആരും പറയില്ല. അപ്പം അങ്ങനെയാണ് അവർ ബോംബ് ഉണ്ടാക്കിയത്. ആ ബോംബിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് കെന്നഡി. അല്ല, ഇസ്രായേൽ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് നിർത്തണം എന്ന് പറഞ്ഞ ആളാണ് കെന്നഡി. പിന്നീട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ പിന്നിൽ ഒത്തിരി കോൺസ്പിറസി തിയറീസ് ഉണ്ട്, നമ്മൾ അവിടെ പോകേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ 1960s തന്നെ ഒരു ന്യൂക്ലിയർ ആംഡ് കൺട്രി ആയിട്ട് മാറുന്നു ഇസ്രായേൽ. തുടക്കത്തിൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അകമഴിഞ്ഞ മിലിറ്ററി സപ്പോർട്ട് ഇസ്രായേലിന് കിട്ടുന്നു. 1967 യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ്. 6 Day War. 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തുന്നു, സിറിയയെ പരാജയപ്പെടുത്തുന്നു, അതുപോലെ ജോർഡാനെ പരാജയപ്പെടുത്തുന്നു. മുഴുവൻ ഹിസ്റ്റോറിക്കൽ പാലസ്റ്റൈൻ മുഴുവൻ പിടിച്ചെടുക്കുന്നു. നമ്മൾ ഇന്ന് പറയുന്ന ഗാസ, വെസ്റ്റ് ബാങ്ക്, ജെറൂസലേം, ഇതെല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് 1967 അപ്പോഴാണ് അമേരിക്ക ശരിക്കും റിയലൈസ് ചെയ്യുന്നത്, അതായത് ദിസ് കൺട്രി ക്യാൻ ബിക്കം എ വെരി യൂസ്ഫുൾ ടൂൾ ഇൻ വെസ്റ്റ് ഏഷ്യ. 2 രീതിയിൽ. 1, അമേരിക്കയുടെ ഒരു മിലിറ്ററി പ്രോമിനൻസ് നിലനിർത്താൻ ഇസ്രായേലിനെ ഒരു ക്ലോസ് സഖ്യകക്ഷിയായിട്ട് കൂടെ നിർത്തുക. 2, ഇസ്രായേലിനെ ഉപയോഗിച്ച് അറബ് രാജ്യങ്ങൾക്ക് ചെക്ക് വെക്കുക. അപ്പൊ അമേരിക്കയ്ക്ക് എപ്പോഴും എല്ലാ സൂപ്പർ പവേഴ്സിനും ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് അലൈസ് വേണമല്ലോ. അപ്പൊ നിങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ ഈ ബോസ് എപ്പോഴും അല്ലേ, ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ ബോസിന് കോൺഫ്ലിക്റ്റിംഗ് സബോർഡിനേറ്റ്സ് വേണമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഭാഗത്ത് അറബ് അലൈസ് ഉണ്ടായിരുന്നു, മറുഭാഗത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്നു. അപ്പോൾ late 1960s മുതൽ ഇസ്രായേലിനെ അണ്ടർ റൈറ്റ് ചെയ്യുന്നത് അമേരിക്കയാണ്. അത് മിലിറ്ററിലി, പൊളിറ്റിക്കലി, ഡിപ്ലോമാറ്റിക്കലി ആൻഡ് ഇക്കോണമിക്കലി. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫൈനാൻഷ്യലി ആൻഡ് മിലിറ്ററിലി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കറക്റ്റ് കണക്കുണ്ടായിരുന്നു. അമേരിക്ക ഓൺ ആവറേജ് ഐ തിങ്ക് ഒരു വർഷം $3 to $4 billion ആണ് ഇസ്രായേലിന് എയ്ഡായിട്ട് കൊടുക്കുന്നത്. $3 to $4 billion. നിങ്ങൾ 1960s തുടങ്ങി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാവുന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓൺ ആവറേജ്. 2, ഇപ്പോൾ ഇസ്രായേലിനെ പോലൊരു രാജ്യം, ഇപ്പോൾ ഇറാനെ പറ്റി നമ്മൾ പറയും ഇറാനെതിരെ ഇന്റർനാഷണൽ സാങ്ഷൻസ് ഉണ്ട്, എത്യോപ്യക്കെതിരെ ഇന്റർനാഷണൽ സാങ്ഷൻസ് ഉണ്ട്, സുഡാനെതിരെ ഇന്റർനാഷണൽ സാങ്ഷൻസ് ഉണ്ട്. സ്ലോബോദൻ മിലോസെവിച്ചിനെ നമ്മൾ യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ടുവന്ന് ഹേഗിൽ വിചാരണ ചെയ്ത് അതിൽ വിചാരണയ്ക്കിടെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്ത്. യൂഗോസ്ലാവിയയുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ആള്. അതുപോലെ ലൈബീരിയയുടെ നേതാവിന്, ഈവൻ ഫിലിപ്പൈൻസിലെ പഴയ പ്രസിഡന്റിന്, ഇവർക്ക് എല്ലാവർക്കും ഇന്റർനാഷണൽ ലോ ബാധകമാണ്. സാങ്ഷൻസ് വരും, ട്രയൽ വരും, അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പല രീതിയിൽ. നിങ്ങൾ ഏത് ഇസ്രായേൽ നേതാവിനെയാണ് ഇന്റർനാഷണൽ ലോ തൊടുന്നത്? ഇല്ല. ഇപ്പോൾ ഇറാനെതിരെയുള്ള സാങ്ഷൻസിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു എന്ന് ഇപ്പോഴും പറയുന്നില്ല. ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിന് 1960s മുതൽ ബോംബ് ഉണ്ട്. ഇസ്രായേലിന്റെ ബോംബിനെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? IAEAക്ക് ഇറാനിലേക്ക് ആക്സസ് വേണം എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഇന്ന് വാൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് IAEA ഷുഡ് ഹാവ് ആക്സസ് ടു ഇറാനിയൻ ന്യൂക്ലിയർ പ്ലാൻസ് എന്നുള്ളതാണ്. ഇറാന്റെ ഏതെങ്കിലും ന്യൂക്ലിയർ പ്ലാൻസിലേക്ക്, ഡിമോണയിലേക്ക് IAEAക്ക് ആക്സസ് ഉണ്ടോ? വേണമെന്ന് ഏതെങ്കിലും അമേരിക്കൻ നേതാവ് പറയില്ല. ഇപ്പോൾ ഗാസയിൽ നടന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ UN റിപ്പീറ്റഡ് ആയിട്ടുള്ള എൻക്വയറി കമ്മീഷൻസ് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ജസ്റ്റിസ് മുരളീധർ റിപ്പോർട്ട് പറയുന്നത് ഗാസയിൽ ഇപ്പോഴും ജനോസൈഡ് തുടരുന്നു എന്നാണ് ജസ്റ്റിസ് മുരളീധർ പറയുന്നത്. വംശഹത്യ തുടരുന്നു എന്നാണ്. അപ്പോൾ വംശഹത്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനാഷണൽ ലോയുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ക്രൈമാണ്. ഒരു രാഷ്ട്രത്തിന് ചെയ്യാവുന്ന ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ക്രൈമാണ് ജനോസൈഡ്.
നമ്മളൊരു വ്യക്തിക്ക് ചെയ്യാവുന്നത് മേർഡർ മാസാക്കർ എന്ന് പറയുന്ന പോലെ ഒരു രാഷ്ട്രത്തിന് ചെയ്യാവുന്ന ഏറ്റവും നീചമായിട്ടുള്ള കുറ്റമാണ് ജനോസൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഹിറ്റ്ലർ ഇപ്പോഴും ഓർത്തിരിക്കപ്പെടുന്നത്. റുവാണ്ടൻ ജനോസൈഡിനെ പറ്റി നമ്മൾ പറയുന്നു, അർമീനിയൻ ജനോസൈഡിനെ പറ്റി നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെ പല ജനോസൈഡുകളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ യുഎന്റെ റിപ്പീറ്റഡ് എൻക്വയറി കമ്മീഷൻസ്, യുഎൻ മാത്രമല്ല, നിങ്ങൾ ഇന്റർനാഷണൽ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് നോക്കുക. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആയാലും ആംനസ്റ്റി ഇന്റർനാഷണൽ ആയാലും ഇസ്രായേലി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ ബെത്സലേം ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ഇസ്രായേൽ ഈസ് കമ്മിറ്റിംഗ് ജനോസൈഡ് എന്നാണ്. അതിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർനാഷണൽ റെസ്പോൺസ് വരുന്നുണ്ടോ? ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നെതന്യാഹുവിനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് ICCയുടെ. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുമോ? അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പോലും ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ല. അപ്പോൾ അത് അമേരിക്കയുടെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, മിലിറ്ററി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലാണല്ലോ. അപ്പോൾ ഈ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇന്റർനാഷണൽ ലോ അവരെ തൊടാത്തിടത്തോളം കാലം ഇസ്രായേൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത് വെസ്റ്റ് ഏഷ്യയിൽ. അതാണ് ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ റിസോഴ്സസ് അല്ല, അതിന്റെ പോപ്പുലേഷൻ അല്ല, അതിന്റെ സൈസ് അല്ല. അതിന്റെ പവർ എന്ന് പറയുന്നത് ഇതാണ്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയോ കാലമായിട്ട് സർവൈവ് ചെയ്യുന്നൊരു റെമിറ്റൻസ് എക്കോണമിയാണല്ലോ കേരളത്തിൻ്റെത്. അപ്പം ഇനിയൊരു 10-15 വർഷം കൂടി കഴിഞ്ഞാൽ ആ ഒരു റെമിറ്റൻസ് എക്കോണമി അതുപോലെ അതേ ഒരു സ്ട്രെങ്ത്തിൽ നമുക്ക് ആ റെമിറ്റൻസ് എക്കോണമി ഇനിയും പ്രതീക്ഷിക്കാം അവിടെ. ഇതിന്റെ ട്രെൻഡ് വളരെ വിസിബിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ യങ്ങർ ജനറേഷൻ കൂടുതലും വെസ്റ്റ് ഏഷ്യയിലേക്കല്ല പോകുന്നത്, ഗൾഫിലേക്കല്ല പോകുന്നത്. ഒന്ന്, അവര് മറ്റു പല രാജ്യങ്ങളിലേക്കാണ്, മറ്റു പല പ്രദേശത്തേക്കാണ് പോകുന്നത്. യൂറോപ്പിലേക്ക് പോകുന്ന ആളുകളുണ്ട്, കാനഡയിലേക്ക് പോകുന്ന, നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു യങ്ങർ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ്, ഇപ്പൊ നമ്മളുടെ ജനറേഷൻ, ഇപ്പൊ എന്റെ ജനറേഷൻ അല്ലെങ്കിൽ എന്റെ ബ്രദേഴ്സിന്റെ കാലത്തെ ഒരു അവസ്ഥയല്ല ഇന്ന് ഉള്ളത്. പേഴ്സൺ ഗൾഫ് അല്ല അവരുടെ ഒരു ഫേവറേറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതൊന്ന്. രണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഈ ഒരു തദ്ദേശീയവൽക്കരണം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ കാര്യം നോക്കുക ഉദാഹരണമായിട്ട്. ഇപ്പൊ ഖത്താറിനും UAEയും സംബന്ധിച്ച് അവർക്ക് ഫോറിൻ ലേബർ വേണം, അല്ലാതെ നിലനിർത്താൻ പറ്റില്ല. ഖത്താർ ഒരു ചെറിയ രാജ്യമാണ്, ലോക്കൽ പോപ്പുലേഷൻ ഇല്ല. അപ്പോൾ ഖത്താറും UAEയും ബഹ്റൈനും കുവൈത്തും ഒക്കെ ദോസ് കൺട്രീസ് ആർ റൺ ഓൺ ഫോറിൻ ലേബർ. there's no doubt about it. They need foreign labor. അതിൽ തന്നെ അവർ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്കാർ മാത്രമല്ല, ബംഗ്ലാദേശികള്, പാകിസ്ഥാനികള്, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആളുകൾ, ഒത്തിരി പേര് ഇപ്പോൾ പേഴ്സൺ ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് വലിയ റിലേറ്റീവ്ലി ലാർജർ ഇക്കോണമീസ് പേഴ്സൺ ഗൾഫിലെ, ഉദാഹരണത്തിന് സൗദി അറേബ്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു തദ്ദേശീയവൽക്കരണം അവിടെ വരുന്നുണ്ട്. അവരുടെ ഓയിൽ ഡിപ്പെൻഡൻസ് കുറച്ചു കൊണ്ടുവരുന്നു. അവരുടെ ഇക്കോണമീനെ കുറെ കൂടി ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുന്നു. അവരുടെ ഇക്കോണമീനെ അവർ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത് സ്കിൽഡ് ലേബർ ആണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്, സൗദി അറേബ്യ ഇപ്പൊ നോക്കുന്നത് ഒരു ദുബായിലുള്ളതുപോലെ ഒരു ഫൈനാൻഷ്യൽ സെക്ടർ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവർ ഇപ്പൊ ക്രൗൺ പ്രിൻസിന്റെ ഒരു വിഷൻ 2030 പ്ലാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഒരു സൂപ്പർ സിറ്റി പണിയുന്നുണ്ട് അവർ, നിയോം എന്ന് പറഞ്ഞിട്ട്, ഹൈടെക് സൂപ്പർ സിറ്റി, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇപ്പൊ അവർക്ക് വേണ്ടത്, അവർ ബേസിക്കലി നോക്കുന്നത് ഈ ഒരു എന്താ പറയാ, ഹൈ സ്കിൽഡ് ആയിട്ടുള്ള മാനേജ്മെന്റ്, ബാങ്കിങ്, അങ്ങനത്തെ ആളുകളൊക്കെയാണ് അവർ നോക്കുന്നത്. പഴയ രീതിയിലുള്ള ഹാർഡ് ലേബർ അല്ലെങ്കിൽ ബ്ലൂ കോളർ ലേബറിനുള്ള ഡിമാൻഡ് അവിടെയും കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഇവിടെ നിന്നുള്ള മൈഗ്രേഷൻ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർലി ഒരു ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇത് എത്ര വർഷം, 10 years 15 years എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ലേമൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അതിന്റെ ട്രെൻഡ്സ് വളരെ വിസിബിൾ ആണ്. അപ്പൊ അത് പല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അമേരിക്ക എന്ന് പറയുന്ന ഹെജമോണാണ് ഇപ്പൊ ഇതിന്റെ ഒരു കൺട്രോളിൽ നിർത്തിയത്. അപ്പൊ ഒരു ഹെജമോണിക്കൽ ട്രാൻസ്ഫർ ഇപ്പം മോറലെസ് നടക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അവര് ചൈന റിലക്റ്റന്റ് ആണെങ്കിൽ പോലും ആ ഒരു സിനാരിയോ എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള വാർ സിറ്റുവേഷൻസിനെ ബാധിക്കാൻ പോകുന്നത്? ഇപ്പൊ നമ്മൾ ഇറാൻ യുദ്ധത്തിന്റെ സാഹചര്യത്തില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ട്രംപ് പറയുന്നത് ട്രംപ് ഇറാനെ മുച്ചോട് നശിപ്പിച്ചു എന്നാണല്ലോ. ഇറാന്റെ നേവിയെ നശിപ്പിച്ചു, എയർഫോഴ്സിനെ നശിപ്പിച്ചു, അതുപോലെ ഇറാന്റെ മിലിറ്ററി കേപ്പബിലിറ്റീസിനെ എല്ലാം ഇല്ലാതാക്കി എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷെ നിങ്ങൾ MOU ഡ്രാഫ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സർപ്രൈസിംഗ് ആണ് എനിക്ക് പോലും. ഞാൻ ആദ്യമായിട്ട് ആ ഡ്രാഫ്റ്റ് വായിച്ചപ്പോൾ, കാരണം ഇറാൻ ആവശ്യപ്പെട്ട ഒരുവിധം എല്ലാ കാര്യവും അമേരിക്ക സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ഡ്രാഫ്റ്റില്. നേരെ തിരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, ഇറാൻ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല എന്നുള്ളത്. ഇത് ഇറാന്റെ എല്ലാ കാലത്തെയും പബ്ലിക് പോളിസി ആയിരുന്നു അറ്റ്ലീസ്റ്റ്. അപ്പൊ ഇറാൻ ഹാസൻ മെയ്ഡ് എനി ബിഗ് കൺസെഷൻ. But on the other side, the United States has made a lot of concessions in the MOU. അപ്പോൾ MOU വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ
എങ്ങനെയാണ് യുദ്ധം ആ റീജിയന്റെ ബാലൻസ് ഓഫ് പവറിനെ മാറ്റിയത് എന്നുള്ളത്. യുദ്ധത്തിന് മുൻപ് അമേരിക്ക വാസ് ദ ഓൾ പവർഫുൾ ബിഗ് മാൻ, അല്ലെ, ദ ബോസ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ്. പക്ഷെ യുദ്ധത്തിന് ശേഷം നമ്മൾ ഈ പറയുന്ന ബോസ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ഹാസ് എഗ്രീഡ് ടു ലിഫ്റ്റ് ദ മാരിടൈം ബ്ലോക്കേഡ്. ഇറാൻ ഒരു $300 billion ഡെവലപ്മെന്റ് ഫണ്ട്. ഇറാൻ വിൽ ഗെറ്റ് ആക്സസ് ടു ഇറ്റ്സ് ഓൺ അൺഫ്രോസൺ മണി. പിന്നെ അങ്ങനെ ഒരുപാട് കൺസെഷൻസ്. അതുപോലെ ഇറാന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിനെയും സോവറിനിറ്റിനെയും ബഹുമാനിക്കുമെന്നുള്ള വാഗ്ദാനം, അതൊക്കെ ആ ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം അത് നമ്മളോട് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് അമേരിക്ക ഒന്ന്, ഈ യുദ്ധം ഒരു സ്ട്രാറ്റജിക് ഡിഫീറ്റ് ആണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. രണ്ട്, ഈ റീജിയന്റെ ബാലൻസ് ഓഫ് പവർ മാറുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോ ഇറാന്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ നോക്കുക, നമ്മള് ഖത്താർ, UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, അല്ലെങ്കിൽ നമ്മൾ കൊക്കേഷ്യൻ റീജിയനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ടർക്കി, മറുഭാഗത്ത് അസർബൈജാൻ, ടർക്ക്മെനിസ്ഥാൻ, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലായിടത്തും അമേരിക്കൻ ബേസസ് ഉണ്ട്. അപ്പൊ ഇറാൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറാൻ ഒരു വലിയ കൺട്രിയാണ്, പക്ഷെ അതിങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ബേസസിനാലാണ്. അപ്പോ ദീർഘകാലമായിട്ടുള്ള ഒരു പറച്ചിൽ എന്ന് പറയുന്നത് ഈ ബേസസ് ഇറാനെ ത്രട്ടൺ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇറാന്റെ മൂക്കിന് താഴെ ചുറ്റിനും അമേരിക്കൻ ബേസസ് ആണ്. ഏറ്റവും വലിയ ഭീഷണിയെ ഇറാൻ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാണ് ചെയ്തത്. അപ്പോ ഇറാൻ യുദ്ധം ഉണ്ടായ ആദ്യത്തെ ദിവസം ചെയ്തത് ബഹ്റൈൻ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ റഷ്യന് യുക്രൈൻ ഡ്രോൺസ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ, തിരിച്ച് റഷ്യയും യുക്രൈന് ബോംബ് ചെയ്യുന്നുണ്ട്. പക്ഷെ റഷ്യ ഒരിക്കലും യുക്രൈൻ അപ്പുറത്തേക്ക് ബോംബ് ചെയ്തിട്ടില്ല. ഇപ്പോ പോളണ്ട് ആയാലും ലാറ്റ്വിയ, ലിത്വാനിയ, ഈസ്റ്റോണിയ, റൊമാനിയ, ബൾഗേറിയ, ഇതെല്ലാം നേറ്റോ മെമ്പേഴ്സ് ആണ്. ഇവരെല്ലാവരും നേറ്റോ ബേസസ് ഉണ്ട്. ഇൻക്ലൂഡിംഗ് ജർമ്മനി. ഇവരെല്ലാവരും യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പുടിൻ നെവർ ടുക്ക് ദാറ്റ് റിസ്ക്. ഈവൻ നൗ ഹി ഡസന്റ് ടേക്ക് ദാറ്റ് റിസ്ക്. എല്ലാവരും പുടിനെ ഭയങ്കര മോശക്കാരനായിട്ട് പറയും. പക്ഷെ ഞാൻ പറയുന്നത് അയാള് ഒരു കാൽക്കുലേറ്റഡ് രീതിയിലാണ് അയാൾ യുദ്ധം ചെയ്യുന്നത്. അയാൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഇറാൻ അങ്ങനെയല്ല. അതിന്റെ കാരണം ഉണ്ടാവാം. ഇറാനെ സംബന്ധിച്ച് ഒരു എക്സിസ്റ്റൻഷ്യൽ യുദ്ധം കൂടിയാണ്. ഇറാൻ February 28 they attacked Bahrain. February 29 they attacked the Prince Sultan Air Base in Saudi Arabia. And they repeatedly hit Qatar, the Al Udeid Air Base, and then Kuwait. അപ്പൊ ഇറാന്റെ റെസ്പോൺസിൽ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറാൻ യുദ്ധത്തിനെ പ്രാദേശികവൽക്കരിച്ചു, റീജിയണലൈസ് ചെയ്തു. അല്ലാതെ ഇസ്രായേലിനെ മാത്രം അറ്റാക്ക് ചെയ്യലല്ല, നേരെ തിരിച്ച് അമേരിക്കൻ ബേസസിനെ എല്ലാത്തിനെയും ആക്രമിച്ചു. അപ്പോ അതിനർത്ഥം അമേരിക്കൻ ബേസസ് ഇറാനെതിരെ ഒരു ഭീഷണിയായും അല്ലെങ്കിൽ പേഴ്സൺ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി, സുരക്ഷയായും പ്രവർത്തിക്കേണ്ടിയിരുന്ന അമേരിക്കൻ ബേസസ് ബേസിക്കലി പേഴ്സൺ ഗൾഫിന്റെ സെക്യൂരിറ്റിനെ തകിടം മറിക്കുകയാണ് ചെയ്തത്, അല്ലെ? അപ്പോ അത് അവരുടെ ഒരു ഇറാന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ സൗദി അറേബ്യ, ഞാനിപ്പോ പ്രിൻസ് MBS ആണെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, 1948 മുതൽ അമേരിക്കക്കാരെ ഞാനിവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർക്ക് ഞാനിവിടെ സ്ഥലം കൊടുത്ത അവരുടെ വെപ്പൺസും ഞാൻ വാങ്ങുന്നുണ്ട്, ഒക്കെയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ കിങ്ഡത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എനിക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് കിട്ടിയത്? ഈ ഒരു ചോദ്യം അദ്ദേഹം നേരിടുമല്ലോ. ഈ ഒരു ചോദ്യം UAE പ്രസിഡന്റ് നേരിടുമല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അമേരിക്കയും പേഴ്സൺ ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ്, അത് നമ്മൾ ഹിസ്റ്റോറിക്കലി അത് ആങ്കർ ചെയ്തിരുന്നത് അമേരിക്കൻ പ്രൊട്ടക്ഷൻ ആൻഡ് ദയർ ഇക്കണോമിക് അസിസ്റ്റൻസ് എന്നുള്ള രീതിയിലായിരുന്നു. ദാറ്റ് ഇസ് ബ്രോക്കൺ. അമേരിക്കൻ സെക്യൂരിറ്റി അംബ്രല ഇസ് ബ്രോക്കൺ. അപ്പോ ഒരു പുതിയ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ഓർഡറാണ് വെസ്റ്റ് ഏഷ്യയിൽ ഇനി ഉണ്ടായി വരേണ്ടത്. ഈ പല രാജ്യങ്ങളും ഇന്ന് ഇറാനുമായി സംസാരിക്കുന്നുണ്ട്, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു പുതിയ സെക്യൂരിറ്റി ഓർഡറാണ് വേണ്ടത്. നമ്മൾ ഇവിടുന്ന് കാണുന്ന ഇറാനിലെ പ്രശ്നങ്ങൾ, മുമ്പത്തെ പ്രശ്നങ്ങൾ ഒക്കെയും മേ ബി പാർട്ട്ലി അമേരിക്കൻ പ്രൊപ്പഗാൻഡ ആയിരുന്നിരിക്കാം. അവിടെ സമരങ്ങൾ നടക്കുന്നു, പ്രതിഷേധങ്ങൾ നടക്കുന്നു, ഹിജാബിന് സ്ട്രൈക്ക് നടക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് കലുഷിതമായ ഒരു രാജ്യത്ത് പെട്ടെന്ന് പുറത്തുനിന്നൊരു ശക്തി ഒന്ന് ആക്രമിച്ചപ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ചു എന്നൊരു പ്രചാരണമുണ്ട്. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇപ്പോ ഇറാനിലൊരു പോളറൈസിംഗ് സിസ്റ്റം ആണ്, അതിലൊരു തർക്കമില്ല. അതൊരു റിലീജിയസ് ഡിക്റ്റേറ്റർഷിപ്പ് ആണല്ലോ ഇറാൻ. നമ്മളെപ്പോഴും പറയും ഒരു സെമി ഡെമോക്രസിയാണ്, സെമി ഓട്ടോക്രസിയാണ്. സെമി ഡെമോക്രസി എന്ന് പറയാൻ കാരണം അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പ്രസിഡന്റിന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ്, പാർലമെന്റിന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ്, ഒരു ഇലക്ട്രൽ പ്രോസസ് ഉണ്ട്. നിങ്ങൾക്ക് സൗദി അറേബ്യയിലും UAE-ലും ഒന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, ഈവൻ ഈജിപ്തിൽ പോലും, ഈജിപ്തിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞത് പ്രസിഡന്റ് എപ്പോഴും 98% കിട്ടുന്ന ഇലക്ഷനാണ്. അവിടെയൊന്നും ഇല്ലാത്ത ഒരു ഇലക്ട്രൽ, ഒരു പാർട്ടിസിപ്പേറ്ററി പ്രോസസ് ഇറാനിലുണ്ട്. അത് പലരും അതിനെപ്പറ്റി പറയാറില്ല, അതൊന്ന്. പക്ഷെ അതേസമയം തന്നെ ഇതൊരു റിലീജിയസ് ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. കാരണം പരമോന്നത നേതാവ് എന്ന് പറയുന്ന സുപ്രീം ലീഡറാണ്. അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളല്ല, അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ്. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞത് ഒരു ക്ലറിക്കൽ ഗ്രൂപ്പാണ്. അവരുടെ മിലിറ്ററി എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ അടുത്തല്ല, സുപ്രീം ലീഡറുടെ അടുത്താണ്. അപ്പൊ ഒരു തിയോക്രാറ്റിക് സിസ്റ്റം ആണ്. അതേസമയം തന്നെ ഒരു സെമി ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ, അതൊന്ന്. അപ്പൊ തിയോക്രാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതേസമയം അതേപോലെ തന്നെ 1979 മുതൽ തന്നെ ഇറാൻ അമേരിക്കൻ സാങ്ഷൻസിന്റെ കീഴിലാണ്.
ഓട്ടോക്രാറ്റിക് ഗവൺമെന്റുകളെ പറ്റി പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ UAE സൗദി അറേബ്യയും എല്ലാം ഓട്ടോക്രാറ്റിക് ഗവൺമെന്റുകളാണ്. പക്ഷെ അവർക്ക് ആർക്കും ഇത് അമേരിക്കൻ സാങ്ഷൻസ് ഇല്ല. അവർക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും അവരുടെ ഓയിൽ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ അവർ ഗ്ലോബൽ ഇക്കോണമിക് മെയിൻ സ്ട്രീമിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ ഇക്കോണമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ അവരുടെ ഗവൺമെന്റുകൾക്ക് പറ്റുന്നുണ്ട് ഒരു പരിധി വരെ. പക്ഷെ ഇറാനിൽ അതിന് പറ്റുന്നില്ല. കാരണം പ്രധാനമായിട്ടും സാങ്ഷൻസ് ആണ്. അപ്പൊ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ഇല്ല, മറുഭാഗത്ത് നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയില്ല. ഇത് രണ്ടും കൂടി ചേരുന്നത് ഒരു ഡെഡ്ലി മിക്സ് ആണ്. അതാണ് ഇറാനിൽ ഈ പ്രൊട്ടസ്റ്റ്, സൈക്കിൾസ് ഓഫ് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ ജനുവരിയിൽ വരെ കണ്ടതാണ്. അത് പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഇതൊരു ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ആന്റി അമേരിക്കനിസം അല്ലെങ്കിൽ ആന്റി ഇംപീരിയലിസം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ DNA യിലുള്ളതാണ്. 1953 ഇറാനിലെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള ഒരു നേതാവിന്, ഒരു പ്രൈം മിനിസ്റ്ററെ പുറത്താക്കിയത് അമേരിക്കയും ബ്രിട്ടനും ചേർന്നിട്ടാണ്, മുഹമ്മദ് മൊസാദക്കിനെ. എന്നിട്ട് അവര് രാജ്യം വിട്ട് ഓടിപ്പോയ ഷായെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു പപ്പറ്റ് റൂളറാക്കി മാറ്റുകയാണ് ചെയ്തത്. അന്ന് തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് 1979 വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഒരു ആന്റി ഇംപീരിയൽ കണ്ടന്റ് ശരിക്കും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി തോട്ടിനുണ്ട്. അത് ഇവര് മനസ്സിലാക്കുന്നില്ല. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇവര് കരുതുന്നത് ഇവര് പോയിട്ട് അയത്തുള്ള ഖൊമേനിനെ കൊന്നു കഴിഞ്ഞാൽ ആളുകള് റോസസും കൊണ്ടുവന്ന് ഇവരെ സ്വീകരിക്കും, ലിബറേറ്റേഴ്സായി വിളിക്കുമെന്നാണ്. അങ്ങനെയല്ല. ഇതൊരു വലിയ രാജ്യമാണ്, ഒരു വലിയ ചരിത്രമുള്ള രാജ്യമാണ്. നാഷണലിസം എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഐഡിയോളജിയാണ് ഇറാന്റെ. അത് പിന്നെ ഇപ്പൊ നമ്മള് ഈ കുറെയൊക്കെ ഇപ്പൊ ഹിജാബ് പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അതില് കുറെയൊക്കെ നമ്മള് എന്താണ് വി ഹാവ് ടു ടേക്ക് ദം വിത്ത് എ ബക്കറ്റ് ഓഫ് സോൾട്ട് എന്ന് ഞാൻ പറയും. കാരണം ഞാനിപ്പോ ഇറാനിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. 2022 ഇറാനിൽ പോകുന്നത്. 2022 പോകുമ്പോൾ ഇബ്രാഹിം റൈസിയാണ് അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹം ഒരു ഹാർഡ്ലൈനറാണ്. ആ സമയത്ത് പോലും തെഹ്റാനില് എത്രയോ പേര് ഹിജാബ് ധരിക്കാതെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ട്രെയിൻ എടുക്കുന്നത് മെഷദിൽ നിന്ന്, തെഹ്റാനിൽ നിന്ന് മെഷദിലേക്ക് ട്രെയിൻ എടുക്കുമ്പോൾ അതിൽ ട്രെയിനിലെ അസിസ്റ്റന്റ് 2 സ്ത്രീകളാണ്. ഓവർനൈറ്റ് ട്രെയിനാണ്. നിങ്ങൾ തെഹ്റാൻ യൂണിവേഴ്സിറ്റിയുടെ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ തെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലെ 60% സ്റ്റുഡൻസ്, 60% ഫാക്കൽറ്റി മെമ്പേഴ്സ് സ്ത്രീകളാണ്. ഇതിനർത്ഥം ഇറാനില് സ്ത്രീകൾക്കെതിരെ അടിച്ചമർത്തലുകൾ ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ ഒരുപാട് ഈ റിലീജിയസ് പോലീസ്, പ്രത്യേകിച്ചും തെഹ്റാന് പുറത്തുള്ള നഗരങ്ങളിൽ റിലീജിയസ് പോലീസ് ഭയങ്കര കുറെ കൂടി എൻഫോഴ്സിംഗ് ആണ്. അവർ ഡ്രസ് കോഡ് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ പല രീതിയിലുള്ള വിവേചനങ്ങൾ അവർ നേരിടുന്നുണ്ട്. പക്ഷെ അതല്ല ഒരു കംപ്ലീറ്റ് പിക്ചർ. അതല്ല നമ്മൾ ഇറാനെ മറ്റ് അറബ് പ്രദേശത്തെ മറ്റ് രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഡ്യൂക്കേഷനിലൂടെ സ്ത്രീകളെ എംപവർ ചെയ്യുന്ന ഒരു കൾച്ചറും കൂടെ അവർക്കുണ്ട്. അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഇറാനിയൻ ഇക്കോണമി ഈസ് ഓൾസോ റിലേറ്റീവ്ലി വെരി ഹൈ. സോ ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് പിക്ചർ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ അല്ല ഇറാന്റേത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് എന്താ പറയാ, ഒരു ടൈറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, മറുഭാഗത്ത് ഒരു ഇക്കണോമിക് പ്രോസ്പെരിറ്റി ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സൈക്കിൾസ് ഓഫ് പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് ഇതൊരു വളരെ ഐഡിയോളജിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം ദേ ക്യാൻ കമാൻഡ് ദ സപ്പോർട്ട് ഓഫ് മില്യൺസ് ഓഫ് ഇറാനിയൻസ്. ഇപ്പോൾ ഖാമനയുടെ ഫ്യൂണറൽ നടക്കുമ്പോൾ നിങ്ങൾ നോക്കൂ എത്ര പേരാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഇത്രയും ആളുകളുടെ പിന്തുണയുള്ള ഒരു ഗവൺമെന്റിനെ നിങ്ങൾ ബോംബ് ചെയ്ത് പുറത്താക്കാൻ പറ്റുമെന്ന് കരുതുന്നത് അത് മൗഢ്യമാണ്. അതൊരു റിയൽ സ്ട്രാറ്റജിക് പർപ്പസ് അല്ല. 2 യുദ്ധം ഉണ്ടായതിനു ശേഷം ഫെബ്രുവരി 28 മുതൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അവിടെ വൻ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥം ആളുകൾക്ക് ഇപ്പോ ഇറാന്റെ ഗവൺമെന്റിനോട് ഫുൾ സ്നേഹമായെന്നല്ല, പക്ഷെ നിങ്ങളുടെ രാജ്യത്തിന് വേറെ 2 രാജ്യങ്ങൾ വന്നിട്ട് ബോംബ് ചെയ്യാണ് 40 ദിവസം. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളുടെ ഇറാന്റെ സിവിലൈസേഷൻ ഇറേസ് ചെയ്ത് കളയുമെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളുടെ പവർ പ്ലാന്റ്സ് ബോംബ് ചെയ്യുമെന്നാണ്. നിങ്ങളുടെ വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റുകൾ ബോംബ് ചെയ്യുമെന്നാണ്. ഹി ഓൾസോ കോൾഡ് ഹിം ക്രേസി എഫിംഗ് ബാസ്റ്റാർഡ്സ് എന്നാണ് ട്രംപ് ഇറാൻകാരെ വിളിച്ചത്, ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റില്. അപ്പോൾ ഒരു ആവറേജ് ഇറാനിയൻ ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രൈമറി എനിമി അയത്തുള്ള മുഷ്താബ ഖാമനായി ആയിരിക്കുമോ അതോ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. About your experience as a internationally traveling journalist, പല കോൺഫ്ലിക്ട് റീജിയൻസിലേക്കും യുദ്ധങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം സംടൈംസ് യു ലാൻഡ് ഇൻ ടു ദ മിഡിൽ ഓഫ് എ നെർവ് റേക്കിംഗ് ഷേക്കിംഗ് എന്താ പറയുക ഹോസ്റ്റിലിറ്റി. അവിടെ ചെന്ന് നിങ്ങൾ കാണുന്നതൊക്കെ ഒരു തരത്തിൽ ടോർച്ചറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസും ഔട്ട്റൈറ്റ് ഇൻജസ്റ്റിസുകളൊക്കെയാണ്. പക്ഷെ തിരിച്ച് റൂമിലോട്ട് വന്നിട്ട് യു വിൽ ബി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ ടു റൈറ്റ് സംതിങ്, ഐ മീൻ എ കോൾഡ് ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ്. അപ്പോൾ ഇതിൽ താങ്കളുടെ ജിയോ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണോ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക, ഡേയിൽ നിങ്ങൾ കണ്ട എക്സ്പീരിയൻസസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണോ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക? ഇപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ് എഴുതുക. അത്
ചിലപ്പോൾ നമ്മൾ ഇമോഷണലി അത് നമ്മളെ ബാധിക്കും. പക്ഷെ ആ ഇമോഷനെ കുറച്ചെങ്കിലൊക്കെ മാറ്റി നിർത്തി ഇത്തിരി ഡിറ്റാച്ച്ഡ് ആയിട്ട് കണ്ട കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഒറിജിനൽ സിനിലൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അതാണ്. പക്ഷെ എന്നാലും അറിയാലോ, നമ്മൾ ബേസിക്കലി നമ്മൾ എത്ര സ്ട്രാറ്റജിക് അനാലിസിസ് പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് ഒരു മോറൽ കോമ്പാസ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവണം. അപ്പൊ ഒരു മോറൽ ബേസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. നമ്മൾ എത്ര റിയലിസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പറയുമ്പോഴും ഞാനൊരു റിയലിസ്റ്റ് ആണെന്ന് സ്വയം കരുതുന്ന, അല്ലെങ്കിൽ ആ റിയലിസ്റ്റ് മെത്തഡോളജി ഉപയോഗിക്കുന്ന ഒരാളാണ് IR മനസ്സിലാക്കാൻ, നേഷൻ സ്റ്റേറ്റ്സിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ. പക്ഷെ നമ്മൾ റിയലിസം പറയുമ്പോഴും വി ഷുഡ് ഹാവ് എ കോൺഷ്യൻസ് എന്നുള്ളതാണ്. ആ ഒരു ബേസ് നമുക്കുണ്ടാവും. അപ്പൊ അത് നമ്മളെ അലട്ടും. കുറച്ചൊക്കെ ഡിറ്റാച്ച്ഡ് ആവാൻ നോക്കും, എന്നിട്ട് കണ്ട കാര്യങ്ങൾ അൺഇമോഷണലി എഴുതാനാണ് ശ്രമിക്കാറ് കൂടുതലും. അത് അനാലിസിസ് ആയാലും റിപ്പോർട്ടിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും. ഇപ്പൊ ഉദാഹരണത്തിന് വെസ്റ്റ് ബാങ്കിലൊക്കെ ഞാൻ പോയി കണ്ടത്, നമ്മൾക്ക് വെസ്റ്റ് ബാങ്കിനെ പറ്റി ഒരു ഏകദേശ ധാരണയുള്ള ഒരാളായിരുന്നു. കാരണം നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുള്ള ആളാണ്. അവിടെ പോയ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, പുസ്തകം വായിച്ചിട്ടുണ്ട്, അതിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വെസ്റ്റ് ബാങ്കിൽ പോയിട്ട് നമ്മൾ പാലസ്തീനിയൻസിനെ നമ്മൾ കാണുമ്പോൾ, അവരുടെ സഫറിംഗ് കാണുമ്പോൾ ദാറ്റ് വാസ് എ ഷോക്ക്. അത് പങ്കജ് മിശ്ര സെയിം സാധനം എഴുതിയിട്ടുണ്ട്. 2018 പങ്കജ് മിശ്ര ആദ്യമായിട്ട് വെസ്റ്റ് ബാങ്കിൽ പോകുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എത്ര പ്രിപ്പയർഡ് ആയിരുന്നിട്ട് പോലും വെസ്റ്റ് ബാങ്കിൽ ഞാൻ കാണുന്ന ക്രൂരതകളെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് സ്റ്റിൽ ഹി വാസ് ഷോക്ക്ഡ് എന്നാണ് പറഞ്ഞത്. 2015 ഞാൻ ആദ്യമായിട്ട് പോകുന്നത് വെസ്റ്റ് ബാങ്കിൽ. 2015 പോയിട്ടുണ്ട്, 2018 പോയിട്ടുണ്ട്. അന്ന് ഇന്നത്തേക്കാൾ ഒത്തിരി ഭേദമാണ്. ഇന്ന് വളരെ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ അന്ന് പോലും, അതായത് സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒരു ക്രൂരതകൾ നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് എത്ര ഹീനമാണ്, എത്ര ഭീകരമാണ്. അടിമത്തം എന്ന് പറയുന്നത്, രാഷ്ട്രീയ അടിമത്തം എന്ന് പറയുന്നത് എത്ര കഷ്ടമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോറീസ് ഒന്നും നമ്മൾ വിട്ടു പോകുന്നില്ല. നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതാണ്. ഇപ്പൊ എന്നെ പല ആളുകൾ പല പേര് വിളിക്കുമല്ലോ, ജിഹാദി ജോൺ. അപ്പോ നമ്മൾ ഈ വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ, ഇതിനെ പറ്റി എഴുതുമ്പോൾ, അപ്പൊ ഞാൻ കരുതുന്നത് ദാറ്റ്സ് ഓക്കെ. I've been there, I've seen that, and I will come back and write about it. One added question on that actually. Being a realist, international journalist, how do you survive the pressure and the temptation from the Godi media in Luton's Delhi, which is all about being jingoistic? അതെങ്ങനെ സർവൈവ് ചെയ്യും? ജിങ്കോയിസം നിങ്ങളുടെ അതിൽ കടന്നു വരാതിരിക്കാൻ എന്ത് ചെയ്യും? ഞാൻ ചുള്ളിയായിട്ട് പറയുന്ന പോലെ വിവേകത്തിന്റെ ഒരേ ഈണം എന്റെ സ്വാദവൻ പണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കാൻ കാരണം, എഴുത്തോ നിന്റെ കഴുത്തോ ഇതിലേറെ കൂറി ഏതിനോട് പണ്ട് M. ഗോവിന്ദൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ കഴുത്ത് നഷ്ടപ്പെടാതെ എഴുതാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. കഴുത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ ജിങ്കോയിസത്തിൽ നിന്ന് പരമാവധി അകന്നാണ് നിൽക്കുന്നത്. അതിന് തലവെച്ച് കൊടുക്കാതിരിക്കുക, യാതൊരു രീതിയിലുള്ള ജിങ്കോയിസിനും തലവെച്ച് കൊടുക്കാതിരിക്കുക. അതേസമയം തന്നെ നമ്മളൊരു വിവേകത്തിന്, ഇത് ഒരു ഇന്റർപ്രിട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എഴുതുന്നത്. വലിയ സെൻസേഷനുകൾക്ക് പോവാതിരിക്കുക, പക്ഷെ കണ്ട കാര്യങ്ങൾ എഴുതുക, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറ്റി പറയുക. അത് പറയാൻ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലും എനിക്ക് അതിനുള്ള ഒരു പിന്തുണയുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് മീഡിയ ഓർഗനൈസേഷൻ ആണ്. അത് ഇപ്പോ NDTVയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇന്ന്, പക്ഷെ എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് എന്റെ എഡിറ്റർ ഒരിക്കലും വന്നിട്ട് ഇത് രാഷ്ട്രീയ കാരണങ്ങളാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് എന്നോട് പറയാറില്ല. അപ്പൊ ആ ഒരു സ്പേസ് നമുക്കുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വർക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര വലിയ പ്രതിസന്ധികളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. ചില ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള എന്താ പറയാ സംസാരങ്ങളും ഇതൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇസ്രായേലി അംബാസിഡറെ അടുത്ത് കാണുകയുണ്ടായി ഡൽഹി വെച്ചിട്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, യു ആർ ദ ഫേമസ് പ്രോ ഇസ്രായേൽ സ്റ്റാൻലി ജോണി എന്ന് പറഞ്ഞിട്ടാണ് അതാക്കി പറയുന്നതാണ്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത്തരം ആളുകളെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് ജോലിയുടെ ഭാഗമാണ് എന്നാണ് കരുതുന്നത്. സോ വിഷിംഗ് യു ബ്രൈറ്റർ ആൻഡ് സേഫർ ആൻഡ് career ahead. Thank you very much. It was a pleasure talking to you. Pleasure talking to you.